കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്നാണ് പല രൂപതകളും ആരോപിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എന്ത് നടന്നാലും ഉത്തരം പറയേണ്ട കടമ സുരേഷ് ഗോപിക്ക് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിൽ 20 MP-മാരുണ്ട്. പക്ഷെ അവരെല്ലാം മൗനത്തിലാണ്. അതിൽ ഒരാളെ മാത്രം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത്? അല്ല, അതിന് കാരണമുണ്ട്. കാരണം സുരേഷ് ഗോപിയും തൃശ്ശൂരുള്ള ക്രൈസ്തവ സഭകളും ഒക്കെയായിട്ട് വലിയ അടുപ്പം സ്ഥാപിച്ചു. വലിയ അടുപ്പം. അതാണ് പിന്നീട് BJP-യിലുള്ള പലരും പറഞ്ഞത് സുരേഷ് ഗോപിയെ മാതൃകയാക്കണം ഓരോ തെരഞ്ഞെടുപ്പിലും എന്ന് പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഈ ഹൈന്ദവ സംഘടനകളേക്കാൾ കൂടുതലായിട്ട് തൃശ്ശൂരിൽ ക്രൈസ്തവ സഭകളുമായിട്ട് ബന്ധം, അവിടുത്തെ പള്ളികളൊക്കെ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് അറിയാമല്ലോ, എവിടെ ഏതെല്ലാം പള്ളികളൊക്കെ ഉണ്ട് എന്ന് പോലും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടും അവിടുത്തെ ചില ക്രൈസ്തവരുടെ വിശേഷാൽ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഏപ്രിൽ മെയ് മാസത്തിലല്ലായിരുന്നു തിരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നീട് വന്ന് 24 തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ ഇതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ. അതും അവരുടെ ഉത്തരവാദിത്വമാണ്. അതിലൊന്നും ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. ഈ സമയത്ത് അപ്രത്യക്ഷരാകുക എന്ന് പറയുന്നത് അത് നിരക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അതാണ്ട് കാണാനില്ലെന്നാണ് യൂഹനോൻ മാർ മിലിറ്റിയോസ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ തൃശ്ശൂർകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല. നടനെ അല്ലല്ലോ, അത് തിരുത്തണമായിരുന്നു. MP അല്ലേ തെരഞ്ഞെടുത്ത് വിട്ടത്. പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പ്. കാരണം അതവർ ചോദിച്ചതിൽ തെറ്റ് പറയാനില്ല. തൃശ്ശൂര് ഉള്ള സഭയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള ഏത് സഭക്കാർക്കും വേണേൽ ചോദിക്കാം. പക്ഷേ ഇത് തൃശ്ശൂരിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒന്നുകൂടി പ്രസക്തി കൂടുകയാണ്. കാരണം അവരുടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കൊണ്ട് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എല്ലാം ഇന്ത്യയിൽ അനുവാദം നൽകണമെന്നാണോ അവർ ആവശ്യപ്പെടുന്നത്? അല്ല, ഇതിനൊരു വിശദീകരണം കൊടുത്താൽ മതിയല്ലോ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണിയും അതുപോലെ ഷോൺ ജോർജും ഒക്കെയായിട്ട് ഈ സംഭവത്തിന് ശേഷം പല അരമനകളിലും പോയി കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. അതുപോലൊരു വിശദീകരണം സുരേഷ് ഗോപിക്ക് പറ്റത്തില്ലേ? സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും വിശദീകരിക്കാം. ഇതിനൊരു ഔദ്യോഗിക ഭാഷ്യം ഉണ്ടല്ലോ. മതപരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ല ക്രൈസ്തവ സഭയിലെ ഉള്ളവരും, അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനെയും. അപ്പോൾ ഇതിനൊരു വിശദീകരണം കൊടുത്താൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. ക്രൈസ്തവ സഭകളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു BJP. ആ ബന്ധം വളരെ ശക്തമാണെന്നും ധാരാളം ക്രൈസ്തവർ BJPയുടെ അടുത്തു എന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിഷയം കിട്ടിയ ഉടനെ കേരളത്തിലെ മറ്റ് 2 മുന്നണികളും ഇവിടെയും ഛത്തീസ്ഗഡിലും ഒക്കെ ആയിട്ടങ്ങ് തമ്പടിച്ചത്. എന്തായിരുന്നു അവരുടെ ആഘോഷം? കന്യാസ്ത്രീകൾ കുറേ ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. എന്തിനു വേണ്ടി? ഇത് മുതലെടുപ്പ് നടത്താൻ വേണ്ടി. അപ്പൊ ക്രൈസ്തവ സഭയും BJPയുമായിട്ട് അത്രത്തോളം അടുത്തു എന്നുള്ളതിന്റെ തെളിവല്ലേ? പ്രത്യേകിച്ച് ക്രൈസ്തവ അങ്ങനെയാണെങ്കിൽ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പല തിരിച്ചടി ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിശദീകരണം കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ സ്വയം കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ എന്താ പറ്റിയത്? കേരളത്തിലെ മറ്റ് 2 മുന്നണികള് സഭയ്ക്ക്, ക്രൈസ്തവ സഭയോട് ചെയ്ത ഒരു വലിയ ക്രൂരതയായിട്ട് ഇതിനെ അങ്ങ് ചിത്രീകരിച്ചു. ഇത് നരേന്ദ്രമോദിയുടെ ഭരണം ഇത്തരത്തിലാണ്, BJPയുടെ ഭരണം ഇത്തരത്തിലാണ് എന്നുള്ള രീതിയിൽ അങ്ങ് കാര്യങ്ങൾ മാറ്റി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ബന്ധമുണ്ടല്ലോ, അല്ലെങ്കിൽ കേരളത്തിലെ BJP ഘടകം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ബന്ധമുണ്ട്. ക്രൈസ്തവ മുഖങ്ങൾ ധാരാളം ഉണ്ടല്ലോ BJPയില്. ഇപ്പൊ ഷോൺ ജോർജ് ഉണ്ട്, അനൂപ് ആന്റണി ഉണ്ട്, അൽഫോൻസ് കണ്ണന്താനം ഉണ്ട്, ജേക്കബ് തോമസ് ഉണ്ട്, ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഉണ്ട്. ഇവരെ മുന്നിൽ നിർത്തണം. ഇതിലിപ്പോ സജീവമായിട്ട് നിന്നത് അനൂപ് ആന്റണിയും
ഷോൺ ജോർജുമാണ്. അനിൽ ആന്റണി എവിടെ പോയി? അനിൽ ആന്റണിക്ക് വിശദീകരിക്കാമല്ലോ. പിന്നെ ജേക്കബ് തോമസിനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇത് ഒന്നുകൂടി വ്യക്തത വരും എന്നുള്ളതാണ്. സുരേഷ് ഗോപിക്കും പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്മാറി നിന്നതുകൊണ്ടാണ് ഈ സഭാധ്യക്ഷന്മാർ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. ഈ 2014 ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഈ മറ്റു മുന്നണികളൊക്കെ പിന്നെ BJP ഒരു വലിയൊരു ഭീകരതയുടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെല്ലാം പ്രചാരണം നടത്തിയത്. അങ്ങനെയാണ് 2019 കേരളത്തില് പിന്നെ ഉള്ളവർ വിചാരിച്ചു പിന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന്. അങ്ങനെ കേരളത്തിൽ 19 സീറ്റും അങ്ങ് വിജയിച്ചു പോവുകയും ചെയ്തു. ഇത്തവണ അത് തന്നെ 18 എണ്ണത്തിലായിരുന്നു. പക്ഷേ അത് ഈ 19 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരു ഭീകരത ഉണ്ടാക്കുന്നു BJP സർക്കാർ എന്നുള്ളത് മാറാൻ തുടങ്ങി. 24 എത്തിക്കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി ക്രൈസ്തവ സഭ കൂടുതലായിട്ട് അടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ബിഷപ്പ് പാംപ്ലാനി തന്നെ എന്തിനാ മുമ്പ് പറഞ്ഞത്, ഞാൻ റബ്ബറിന് 300 രൂപ തരൂ, ഞങ്ങളൊരു MPയെ തരാം. അപ്പൊ ആ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഭീകരതകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി, അവർക്കൊരു മതേതര സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിഷപ്പ് പാംപ്ലാനി അത് പറഞ്ഞത്. ആ ബിഷപ്പ് പാംപ്ലാനി ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ, 3 ഫേസാണ് അദ്ദേഹം. 1 നടൻ, 2 MP, 3 കേന്ദ്ര സഹമന്ത്രി. ഈ 3 കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഉത്തരം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഇപ്പൊ അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ അവിടെ പോയി കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം തന്നെ നിന്നു. ഇവരുടെ ജാമ്യത്തിൽ ഇറങ്ങുന്നിടം വരെ അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇത് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം സഭകളിലൊക്കെ പോയല്ലോ, പലയിടങ്ങളിലും പോയില്ലേ. പക്ഷേ BJPക്ക് ഒരു ഭയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു തിരിച്ചടി ഉണ്ടാക്കുമോ മറ്റു മുന്നണികൾ ചേർന്നുകൊണ്ട്? കാരണം കേരളത്തിൽ വലിയ രീതിയിൽ ഇത് ഭയന്നിട്ടല്ലേ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. UDF നിന്ന് ക്രൈസ്തവരകന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സണ്ണി ജോസഫിനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്നത്. ഇത് പിന്നെ ഇവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, LDFും CPM മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവ വോട്ടുകൾ പോലും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരുന്നത് CPM-ൽ നിന്ന് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അടുപ്പം ഇവർക്കുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വിശദീകരിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.